വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് വർണ്ണ. കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം വെച്ചിട്ടിരിക്കുന്നത്. കുറേ ആയി ഇപ്പോൾ ഷോർട്ട് മാത്രം അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇന്ന് എന്തായാലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ അനിയത്തീൻ്റെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. പല്ലൊന്ന് ക്ലിപ്പിടാണ്ട്. പക്ഷേ ഇന്ന് കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൺസൾട്ടേഷൻ 1 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എത്തിയിട്ട് എന്താ പറയുക, ഒരു 5 മണിക്കാണ് ഡോക്ടറെ കാണാൻ പറ്റുക. അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതാണെങ്കിലോ ഭക്ഷണവും കഴിച്ചില്ല. എന്തായാലും ഡോക്ടറെ കാണിക്കില്ല. അപ്പം ആ സമയത്ത് പറ്റില്ല, നേരമില്ലാത്ത കാരണം കഴിച്ചില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി പറഞ്ഞു, പക്ഷേ അന്ന് അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബീഫെങ്കിൽ ബീഫ്, വിശപ്പല്ല, അപ്പോൾ അതെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു. ഒന്ന് കഴിക്കാറുള്ള ഇതാണ് ബിരിയാണി. പക്ഷേ എന്താണ്, ഇപ്രാവശ്യം അത്രയ്ക്ക് പോരാ തോന്നി. ബീഫ് ബിരിയാണി പോരാ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വിശക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിച്ചു. ബീഫ് ബിരിയാണി, പിന്നെ സാലഡ്, പിന്നെ നല്ല മധുരമുള്ള ഡേറ്റ്സും അതുപോലെ മുന്തിരി ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കും, ക്യാരറ്റും, നാരങ്ങ, അതുപോലെ റോബസ്റ്റ പഴം. ഞാൻ ഇടയ്ക്ക് സ്മൂത്തിയൊക്കെ കഴിക്കാറുണ്ട്, അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ക്യാബേജും കുറച്ച് സവാളയൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു എന്താ പറയുക, ചോക്കോബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു ഫ്യൂസ്, ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. കുറേ ഇപ്പോൾ ഡയറ്റ് നിർത്തി വെച്ചിട്ട് വെയിറ്റ് കൂടി. അപ്പോൾ വീണ്ടും അത് കുറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പാത്രം നമ്മളെ പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചതാണ്. അതിന് 40 രൂപയായി. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചു. പിന്നെ അത് ഈ ചോക്ലേറ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റുള്ളതാണ്, എനിക്കിഷ്ടമാണ്. ഒന്ന് മന്തി കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് ഏട്ടൻ വരുമ്പോഴേക്കും നൈറ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി ഞാൻ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, മാഗി ക്യൂബ്, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് സോസ്, പിന്നെ ഗരം മസാല അല്ലേ, അത് സ്പൈസൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. സവാള, തക്കാളി അതും കൂടി അരച്ച് ചേർത്തുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ചേർത്തു. അത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം, ഫെനൽ സീഡ് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചിക്കനൊക്കെ നിരത്തി വെച്ചു. ഓയിൽ അടിയിൽ അത്യാവശ്യം വേണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. എനിക്ക് പേടിയായി, നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് അടി കരിഞ്ഞു പോവുമോ, നാശമാവുമോ. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പിനോ കാര്യങ്ങൾക്കോ ആരുമില്ല. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേനൊന്ന് നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കണം, നല്ല അഭിപ്രായം കേൾക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വിസിലടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതൊക്കെ കോരി എടുത്തിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തു. അതിന് ശേഷം അതിൻ്റെ സൈഡ് ബൈറ്റ് ഞാൻ ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 ആൾ മാത്രമുള്ള കാരണം ഒരു കപ്പ് തികച്ചെടുത്തില്ല, അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചു. അതിന് ശേഷം സൈഡിൽ ഞാനൊരു പാത്രം വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, തക്കോല അങ്ങനത്തെ സ്പൈസസൊക്കെ ഇട്ടിട്ട് നമ്മുടെ പെരുംജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തു. അതിലേക്ക് തന്നെ കുരുമുളകും കൂടി ഇട്ടു, മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ടു. മല്ലിയൊക്കെ ഇടലുണ്ട് ആൾക്കാർ, ഇതിൻ്റെ അത് മല്ലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടിയിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ലെമൺ സ്ലൈസ് ചെയ്തും കൂടി ഇട്ടിട്ട്, പിന്നെ ഉണക്കനാരങ്ങ ഞാൻ കുറച്ച് മുന്നേ ചിക്കനിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് വെള്ളം നല്ല തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്തു. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടെന്ന ബസ്മതി റൈസ് ചേർത്തു. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കണ്ട, കാരണം ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് കുറവോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വാർത്ത് വെച്ചു. റൈസ് അവിടെ വാർത്ത് വെച്ചു. ഒരു 80% വേവ് മാത്രം മതി. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ കുക്കറിൽ തന്നെ ഞാൻ ബാക്കി ദം ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഓയിലും ആ നേരത്തെ ഞാൻ വേവിച്ച് വന്നപ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ വന്നില്ലേ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ച റൈസ് ചേർത്തിട്ട് അതിൻ്റെ മേലെ ബാക്കി ആ ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇത് അടച്ചു വെച്ചു.
വിസിലിടരുത് കേട്ടോ. വിസിലിട്ടിട്ടുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു. അപ്പോൾ വിസിലിടാതെ കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തി റെഡി. പിന്നെ ഞാനതൊരു വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതിൽ പച്ചമുളക് കുത്തി വെച്ചു. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കനലിട്ടിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് സ്മോക്ക് ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള മന്തി.